Next is Asafoetida. So, Asafoetida is one devil's tongue. Okay. One more question ആയിട്ട് ചോദിക്കാറുണ്ട്. അസഫോയിറ്റയുടെ സിനോണിം, അതായത് ഡബിൾസ് ടങ് എന്നറിയപ്പെടുന്ന ഡ്രഗ് ഏതാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. So, synonym of Asafoetida, double drug, and its biological source mainly it consists of oleogum resin, അതായത് volatile oil ഉണ്ട്, gum ഉണ്ട്, resin ഉണ്ട്. ഓക്കെ, അപ്പൊ അതില് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് oleogum resin പ്രസന്റ് ആയിട്ടുള്ള ഡ്രഗ് ഏതാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ Asafoetida is an oleogum resin obtained as an, അതായത് ഫെറുല ഫോയിറ്റിഡ എന്ന് പറയുന്ന പ്ലാന്റിന്റെ റൈസോംസ് അല്ലെങ്കിൽ റൂട്ട്സിൽ ഒരു ഇൻസിഷനെ കൊടുത്തിട്ട് കിട്ടുന്ന എക്സുഡേറ്റ് ആണ് നമ്മൾ അസഫോയിറ്റിഡ ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് അതിന്റെ ഫാമിലി എന്ന് പറയുന്നത് അപ്പീസിയ അല്ലെങ്കിൽ അംബലിഫെറേ. മെയിൻ ആയിട്ടും പഴയ ബുക്കുകളിലൊക്കെ അംബലിഫെറേ തന്നെയാണ് ഇതിന്റെ ഫാമിലി എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതിന്റെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ആണ്. മോർഫോളജിക്കൽ ക്യാരക്ടർ അത് നമുക്ക് അവൈലബിൾ ആയിട്ട് ടിയർ ഫോമിലും അതുപോലെ തന്നെ മാസസ് ഫോമിലുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ടിയേഴ്സ് ഫോമിലാകുമ്പോൾ അതൊരു റൗണ്ട് പാറ്റേൺ ഫോമിലുണ്ടാവുക. അതിന്റെ സൈസ് 1 to 3 cm ഡയമീറ്ററും അതുപോലെ കളർ ഡൾ യെല്ലോ കളറായിരിക്കും. അതിൽ ഗ്രേയിഷ് വൈറ്റ് റെഡിഷ് ബ്രൗൺ കളറൊക്കെ ആയിരിക്കും. പിന്നെ അതിന്റെ മാസസ് എന്ന് പറയുന്നത് പിക്ചറിൽ കൊടുത്തിട്ടുള്ള പോലെ തന്നെ നമുക്കൊരു മാസമായിട്ട് നമുക്ക്, അതായത് ടിയേഴ്സ് ഒക്കെ പാടെ ഒരു അഗ്ലോട്ടിനേഷൻ സംഭവിച്ചിട്ട് ഒരു മാസ് ആയിട്ടാണ് അത് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അതിന്റെ സർഫസ് റഫിംഗ് നേച്ചറാണ് അതിൽ ഫ്രാക്ചർ ബ്രിട്ടിൽ. പിന്നെ ഓർഡർ എന്ന് പറയുന്നത് അലീഷ്യസ് ആയിട്ടുള്ള ഒരു ഓർഡറാണ്, അതായത് ഒരു ഗാർലിക് സ്മെല്ലാണ്, അതിന് സ്ട്രോങ് ആയിട്ടുള്ള ഗാർലിക് സ്മെല്ലാണ്. ടേസ്റ്റ് അതേപോലെ തന്നെ അലീഷ്യസ്, പിന്നെ ബിറ്റർ ആണ് അതിന്റെ ടേസ്റ്റ് ആൻഡ് ആക്രിഡ് ആണ്. ആക്റ്റീവ് കോൺസ്റ്റിറ്റ്യൻസി, ആക്റ്റീവ് കോൺസ്റ്റിറ്റ്യൻസിൽ നമ്മൾ പറഞ്ഞു, അതായത് വോളറ്റൈൽ ഓയിൽ, ഒലിയോ ഗം റെസിൻ ആണ്. അപ്പോൾ ഒലിയോ എന്ന് പറയുമ്പോൾ വോളറ്റൈൽ ഓയിൽ, ഗം അതുപോലെ റെസിൻ. നെക്സ്റ്റ് ഐസോബ്യൂട്ടൈൽ പ്രൊപ്പനൈൽ ഡൈസൾഫേറ്റ്, അതാണ് അതിന്റെ ബാഡ് സ്മെല്ലിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആക്റ്റീവ് കോൺസ്റ്റിറ്റ്യൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതിൽ പ്രസന്റ് ആയിട്ടുള്ള ടാനിൻസ് അല്ലെങ്കിൽ റെസിൻ എന്ന് പറയുന്നത് അസാർ റെസിനോ ടാനോൾ, അത് ഫെറൂലിക് ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്ത ഫോമിലാണ് അതിൽ കാണപ്പെടുന്നത്. പിന്നെ സ്ട്രക്ചർ, അതായത് ഫെറൂലിക് ആസിഡിന്റെയും അംബലിഫെറോണിന്റെയും സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇതിലെ കെമിസ്ട്രി എന്ന് പറയുന്ന ആക്റ്റീവ് പ്രിൻസിപ്പിളും അതുപോലെ തന്നെ അതിന്റെ സ്ട്രക്ചറും പിന്നെ കെമിക്കൽ ടെസ്റ്റും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് കെമിസ്ട്രി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ചില ടൈമിൽ കെമിസ്ട്രി ഓഫ് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഡ്രഗിന്റെ വരികയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അതിൽ ഡിസ്ക്രൈബ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ അസഫോയിറ്റിഡ എന്ന് പറയുന്നത് ഫെറൂലിക് ആസിഡ് പ്രസന്റ് ആണ് ഫോയിറ്റിഡയിൽ. അതുകൊണ്ട് തന്നെ കമ്പൈൻഡ് അംബലിഫെറോൺ ടെസ്റ്റിൽ ബ്ലൂ കളറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കെമിക്കൽ ടെസ്റ്റ് മുഴുവനായും പറയുന്നുണ്ട്. നെക്സ്റ്റ് കെമിക്കൽ ടെസ്റ്റ് ഫോർ അസഫോയിറ്റിഡ, നമ്മൾ ഡ്രഗ് എടുത്ത് വാട്ടറുമായിട്ട് ഒന്ന് ട്രിച്ചുറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ യെല്ലോയിഷ് ഓറഞ്ച് ഒരു എമൽഷൻ പോലെ നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഫ്രാക്ചറിലേക്ക് ഒരു സ്മോൾ പീസ് എടുക്കുക, അതിലേക്ക് ഒരു 50% നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുക, അപ്പോൾ ഒരു ഗ്രീൻ കളർ പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഒരു സ്മോൾ പീസ് എടുത്തിട്ട് അതിന്റെ സർഫേസിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ റെഡ് ഓർ റെഡിഷ് ബ്രൗൺ കളർ നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇതാണ് സോഫോർട്ട് എന്നാണ് കമ്പൈൻഡ് അംബലിഫെറോൺ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഡ്രഗ് എടുക്കുക, അതിൽ കൊടുത്തിട്ടുണ്ട് സ്പെസിഫിക് ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ട് 0.5 gram ഡ്രഗ്, അതുപോലെ തന്നെ കുറച്ച് സാൻഡ്, പിന്നെ അതിലേക്ക് 5 ml കോൺസെൻട്രേറ്റഡ് HCl-ഉം അതുപോലെ തന്നെ 2 ml വാട്ടറും ആഡ് ചെയ്തതിനു ശേഷം നമ്മളതിനെ ഫിൽട്ടർ ചെയ്യുക. ആ ഫിൽട്ടർ
ഇതിലേക്ക് ഈക്വൽ വോളിയം ഓഫ് കോൺസെൻട്രേറ്റഡ് അമോണിയം ആഡ് ചെയ്യുമ്പോഴത്തേക്കും ബ്ലൂ ഫ്ലൂറസെൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് പ്രീ അംബലിഫ്രോണിന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ആൽക്കഹോളിക് എക്സ്ട്രാക്ട് ഓഫ് ഡ്രഗിലേക്ക് ഫ്ലൂറോഗ്ലിസറോളും അതുപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് HCl ആഡ് ചെയ്യുമ്പോഴത്തേക്കും പിങ്ക് കളർ കിട്ടും. പിന്നെ സാമ്പിളിനെ നമ്മളൊരു സ്പാച്ചുലയിൽ എടുത്തതിന് ശേഷം ബർണറിൽ വെച്ചിട്ട് നമ്മൾ ബേൺ ചെയ്യുമ്പോൾ യെല്ലോ ഫ്ലെയിം ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രാക്ടിക്കലിന് ഇത് ചെയ്യുന്നത് കൊണ്ട് പ്രാക്ടിക്കലിന്റെ എക്സാമിനും അതുപോലെ തന്നെ ചിലപ്പോൾ തിയറിയിലും ഈ ക്വസ്റ്റ്യൻസ് ഇതിന്റെ കെമിക്കൽ റെസ്പോൺസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മേ ബി ഒരു 3 മാർക്സിനൊക്കെ ആണെങ്കിൽ ഇത് എല്ലാതും എഴുതണം. നിർബന്ധമായിട്ടും കമ്പൈൻഡ് അംബലിഫറോൺ ടെസ്റ്റ് പഠിച്ചു വയ്ക്കുക. കമ്പൈൻഡ് അംബലിഫറോൺ ടെസ്റ്റ് ചിലപ്പോൾ 3 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസിനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് അതിന്റെ യൂസസ് ആണ്. മെയിൻലി കാർബണേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, എക്സ്പെക്ടോറിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ആന്റിസ്പാസ്മോഡിക് അതുപോലെ ലാക്സേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ടും കറികളിൽ അതുപോലെ തന്നെ സോസസ് പിക്കിൾസിലൊക്കെ ഫ്ലേവറിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ എനിമയായിട്ട് എനിമയുടെ എഫക്റ്റ് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. എപ്പിലെപ്റ്റിക് അഫക്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കോളറ, സ്മോൾ സ്കിൻ കപ്സ്, അതുപോലെ ബ്രോങ്കൈറ്റിസിനൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആന്റിസ്പാസ്മോഡിക് അതുപോലെ കാർബണേറ്റീവ് കാര്യങ്ങൾ മൈൻഡിൽ വെക്കും. പിന്നെ അഡൾട്രേഷൻ മെയിനായിട്ടും ചെയ്യുന്നത് ഗം അറാബിക്ക, അതുപോലെ തന്നെ ഗം റെസിൻ, റോസിൻ, ജിപ്സം, റെഡ് ക്ലേ, അതായത് അതുമായിട്ട് കാണുമ്പോൾ ഇതുപോലെ നിൽക്കുന്ന റെഡ് ക്ലേ, ചോക്ക്, അതുപോലെ തന്നെ വീറ്റ് ഫ്ലോർ, അല്ലെങ്കിൽ ബാർലി അല്ലെങ്കിൽ വീറ്റ് ഫ്ലോർ ഒക്കെ വെച്ചിട്ട് അഡൾട്രേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പൊട്ടറ്റോയുടെ സ്ലൈസസ് വെച്ചിട്ട് അഡൾട്രേഷൻ നടത്താറുണ്ട്.